ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ കുറച്ച് പെയിന്റ് ഒക്കെ വാങ്ങി വരികയാണ് വിക്രത്തിന്റെ ആ ഒരു ചെറിയ വീട് പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കാനായിട്ട്. കാരണം വിശ്വം ശ്രീജയും കൂടിയിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോകല്ലേ, അപ്പൊ അതൊന്ന് വൃത്തിയാക്കാനായിട്ടാണ് വേദ അതൊക്കെ മേടിച്ചിട്ട് വരുന്നത്. ഈ സമയത്ത് നന്ദിനി ഓടി വന്നിട്ട് പറയാണ്, ഇതിൽ തൊട്ടു പോകരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ്, അച്ഛന്റെ വാക്ക് ധിക്കരിച്ചിട്ടാണ് നിങ്ങളതൊക്കെ ചെയ്യാൻ പോകുന്നത്, അച്ഛൻ അതൊന്നും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീജയും അതുപോലെ തന്നെ വേദയും പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് പറയാൻ പോകുന്നില്ല, നമുക്ക് എന്തായാലും ചെയ്തു നോക്കാം, ഇനിയിപ്പോൾ ഇത് ബിസിനസ്സൊക്കെ ചെയ്യാൻ പോകുന്നല്ലേ എന്ന് പറയുമ്പോൾ നന്ദിനി ഓടി ചെന്നിട്ട് അച്ഛനോട് പറയാണ് കേട്ടോ, വേദ കുറേ പെയിൻ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, ആ ചായപ്പ് ശരിയാക്കാൻ പറയാണ് കേട്ടോ, പെയിൻ്റ് അടിക്കാൻ എന്ന് പറയുമ്പോൾ അതിൽ തൊട്ടു പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, പക്ഷേ അവള് പെയിൻ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് വൃത്തിയാക്കുന്നുണ്ട്, ഇന്നും കൂടെ വിനയേട്ടൻ പറഞ്ഞതാണ്, അച്ഛൻ സമ്മതിക്കായിരുന്നെങ്കിൽ നമുക്ക് ആ ചായപ്പ് ഒന്ന് ശരിയാക്കി എടുക്കായിരുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ അവള് സ്വന്തം ഇഷ്ടത്തിന് പോയി പെയിൻ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടേ വീട് വൃത്തിയാക്കാൻ പോകാണെന്ന് പറയും. അങ്ങനെ മാഷയും കൂട്ടിയിട്ട് നന്ദിനി വരികയാണ്. മാഷ് വന്ന് നോക്കുമ്പോൾ ശ്രീജയും വിശ്വനും അതുപോലെ തന്നെ വേദയും കൂടിയിട്ട് ആ കറുത്ത കരിയൊക്കെ ഇളക്കി കളയാണ് കേട്ടോ, പുതിയ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേദ മാഷോട് പറയുന്നുണ്ട്, പെയിൻ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നത് ഞാൻ തന്നെയാണ് എന്ന്. കാരണം വേറൊരാൾ അതിൽ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത്രയാണ് പ്രമോൻ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.